എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ബജറ്റ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മാസം 19-ാം തീയതിയാണ് കേരളം പ്രതീക്ഷിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. 5 ഗ്യാരണ്ടികൾ നേരത്തെ പ്രഖ്യാപിച്ചതിൽ ഏതെല്ലാം നടപ്പിലാകും എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി ലഭിക്കുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പ് ഇതെല്ലാം ഉണ്ട് ഈ ഒരു ബജറ്റ് വരുമ്പോൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള ബസ് യാത്ര ആരംഭിക്കുകയാണ്. ബജറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾ, AC ബസ്സുകൾ, അന്തർ സംസ്ഥാന ബസ്സുകൾ ഒഴികെയുള്ള സംസ്ഥാനത്തെ എല്ലാ KSRTC ബസ്സുകളിലും കേരളത്തിനുള്ളിൽ യാത്ര ചെയ്യുന്നതിന് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യമായിരിക്കും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെയാണ് പദ്ധതി നടപ്പിലാകുക. ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, അത് ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്കാണ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതും ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ഒരു സമ്പൂർണ്ണ ബജറ്റാണ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. ഇടക്കാല ബജറ്റ് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ജനുവരിയിൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഭരണം മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയായിട്ടുള്ള VD സതീശനാണ് ഇപ്രാവശ്യം ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിന് പുറമെ 3000 രൂപ ക്ഷേമ പെൻഷൻ ആക്കുന്നതിന്റെ ആദ്യഘട്ടം എന്നോടൊപ്പം ഒരു 100 രൂപയുടെയോ 200 രൂപയുടെയോ വർധനവും പ്രതീക്ഷിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ 3000 രൂപ പെൻഷനാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഇനി ഒറ്റയടിക്ക് 3000 രൂപയാക്കുമോ എന്നുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് കിട്ടുമോ എന്നുള്ളതും നമ്മൾ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത ലോൺ ലഭിക്കും എന്നുള്ളതാണ്. യുവജനങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ ലഭിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം ലഭിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയാണ്. അപ്പോൾ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ലഭിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അത് അവരുടെ പഠനാവശ്യത്തിന് സൗജന്യ യാത്രയും ഒക്കെ ആവുമ്പോൾ അവരുടെ പഠനം സുഗമമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ, ദേശാഭിമാനി ഓൺലൈനിൽ വന്നത്, UDF സർക്കാർ അധികാരത്തിലേറി 2 ആഴ്ച കൊണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിച്ചു എന്നാണ് പറയുന്നത്. എല്ലാ മാസവും 25-ാം തീയതി വിതരണം ചെയ്യുന്ന പണം ഈ മെയ് മാസം എത്തിയില്ല എന്നാണ് അതിൽ ആരോപിക്കുന്നത്. പക്ഷേ ആ ഒരു ആരോപിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, ഏപ്രിൽ മാസത്തെ പണം അപ്പോൾ ആരാണ് മുടക്കിയത്? എന്തുകൊണ്ടാണത് നൽകാതിരുന്നത്? ഈ ഒരു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1800 കോടി രൂപ ബജറ്റിൽ നീക്കിയിരിപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. വെറും 300 കോടി രൂപ മാത്രം മതിയായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് LDF സർക്കാർ അത് വിതരണം ചെയ്യാതെ നിർത്തിപ്പോയത്? ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രം വിതരണം ചെയ്തത് എന്നുള്ളത് വ്യക്തമാക്കിയാലേ ഇങ്ങനെ ഒരു റിപ്പോർട്ടിൽ വാസ്തവം എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതാനാവൂ. അത് തുടങ്ങിയത് LDF സർക്കാരാണ്, നിർത്തിയതും LDF സർക്കാർ തന്നെയാണ്. ഇനി ഈ പദ്ധതി തുടർന്നും ലഭിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. പദ്ധതി വീണ്ടും തുറന്ന് അങ്ങോട്ട് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട്. അപ്പോൾ UDF സർക്കാർ വീണ്ടും ഈ ഒരു പദ്ധതി തുറന്ന് ആരംഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ബജറ്റിൽ അതിനുമായിട്ട് ഫണ്ട് മാറ്റിവെക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് പ്രഖ്യാപനങ്ങളോ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അപ്പോൾ 19-ാം തീയതി വരെ അതിനു വേണ്ടിയിട്ടും കാത്തിരിക്കാവുന്നതാണ്. ഇതാണ് ബജറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ബൈ.